ഇപ്പം ഞാനിത് പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല. ഇന്ന് ഞാനൊരു യൂട്യൂബിലൊരു സംഭവം കണ്ടു. വിഷമം തോന്നിയെന്ന് പറഞ്ഞാൽ സങ്കടം തോന്നിപ്പോയി. മനുഷ്യർ എത്രത്തോളം മോശമായിട്ടാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കാണുന്നത്. അപ്പം ഇതിനൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരികയല്ലേ. പക്ഷെ ദൈവമല്ലേ, ദൈവം എന്നൊക്കെ പറയുമ്പോൾ ദൈവം നേരിട്ട് വന്ന് ഞാൻ ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും നിങ്ങൾ നല്ലല്ലോ പറയുന്നത്. ദൈവം ഓരോരുത്തർ തിരഞ്ഞെടുക്കും. ആ മനുഷ്യനിലൂടെ ആയിരിക്കും ദൈവവചനം പ്രസംഗിക്കാനുള്ള കഴിവ്. ദൈവത്തിൻ്റെ ചൈതന്യം അവരിലുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ കൃപ അവർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യാൻ അവർ പ്രേരിതരാകും. അതിനുള്ള കഴിവ് അവർക്ക് ദൈവം കൊടുക്കും. ദൈവം ശക്തമായി അവരിലൂടെ പ്രവർത്തിക്കും. അങ്ങനെ ഒരാൾ ടിനു ജോർജ്, അതിന് ഏത് സഭ ആയിക്കൊള്ളട്ടെ, ആരും ആയിക്കൊള്ളട്ടെ, ആ സഹോദരൻ നല്ല കറക്റ്റായിട്ടാണ് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. പണപ്പിരിവ് എന്നൊക്കെ പറഞ്ഞാൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണമല്ലോ. മൈക്ക് സെറ്റ്, വണ്ടി യാത്ര, ഭക്ഷണം, കസേര, മൈക്ക് സെറ്റ്, ഇതെല്ലാം വേണ്ടതല്ലേ. ഇതൊക്കെ ഒരു സഭ, ഒരു യോഗം കൂടി നിർത്തി ഇതൊക്കെ ആവശ്യമാണ്. അങ്ങനെ വരുമ്പോൾ അതിന് ക്യാഷ് വേണം, പൈസ വേണം. അപ്പോൾ ചെറിയൊരു സ്വോത്രക്കാഴ്ചയിലൂടെ, ചെറിയൊരു പിരിവിലൂടെ ഇതൊക്കെ സംഘടിപ്പിച്ചാലേ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. ആണോ? ശരിയാണോ? തെറ്റാണോ? പക്ഷേ അതൊരു പണപ്പിരിവായിട്ട്, ഒരു കച്ചവടമായിട്ട് അയാൾക്ക് കാറും ജീപ്പും വണ്ടിയൊക്കെ വാങ്ങാൻ വേണ്ടിയോ, സ്ഥലം 2 വീടൊക്കെ വാങ്ങാനോ കെട്ടിടങ്ങൾ വാങ്ങാനോ ഒന്നും അല്ലല്ലോ. അങ്ങനെയാണ് തെറ്റിദ്ധരിച്ച ജനങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച് ഒരു മനുഷ്യൻ്റെ സുവിശേഷ ജീവിതത്തെ മോശമായ രീതി, നെഗറ്റീവായി കണ്ടുകൊണ്ട് അതിനെ വിമർശിക്കുന്നത് നല്ലതല്ല. ഇന്നൊരു സഹോദരന് ടിനു ജോർജിൻ്റെ സുവിശേഷ പ്രസംഗത്തെ വേലയെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു കേട്ടു. സ്തോത്രത്തെ സൂത്രം എന്നാണ് പറഞ്ഞത്. സൂത്രം, ടിനു ജോർജിൻ്റെ സൂത്രം എന്ന് കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് വരട്ടെ, അവർ പറയട്ടെ. അതെന്തൊരു വാക്കാണ്, എന്തർത്ഥത്തിലാണ് ആ സഹോദരൻ അങ്ങനെ പറഞ്ഞത്? ദൈവത്തിൻ്റെ വചനമാണ് സ്തോത്രം, ഹല്ലേലൂയ, സ്തുതി. ഇങ്ങനെയുള്ള വചനങ്ങളൊക്കെ, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ അതിനെ നേരെ ഓപ്പോസിറ്റായിട്ട് മോശമായ രീതിയിൽ ചിത്രീകരിച്ചത് ഒട്ടും ശരിയായില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് അങ്ങനെ പറയാനേ തോന്നിയത്. അത് ആരും ആയിക്കൊള്ളട്ടെ, ദൈവവേല, അതിന് കത്തോലിക്ക സഭയോ ബെന്തിക്കോസ് സഭയോ യാക്കോബർ സഭയോ ആരും ആയിക്കോട്ടെ, ഓർത്തോട്ടെ, ഏത്തും ആയിക്കൊള്ളട്ടെ, അത് പറയുന്നത് കർത്താവായ മിശിഹായുടെ വചനമാണ്. ബൈബിളാണ് പ്രസംഗിക്കുന്നത്. ബൈബിളിൽ ജീവനുള്ള ദൈവത്തിൻ്റെ പുസ്തകമാണ് ബൈബിള്. ബൈബിളിൻ്റെ പ്രത്യേകത ശക്തിയുണ്ട്. അതൊക്കെ ഞങ്ങളുടെയൊക്കെ ജീവിത അനുഭവമാണ്. പക്ഷെ അതിനെ മോശമായ ഒരു രീതിയിൽ ചിത്രീകരിക്കുന്നത് ഒരു കാരണവശാലും നല്ലതല്ല. നമ്മൾ സുബോധമുള്ള മനുഷ്യരാണ്. നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കുന്നവരല്ലേ. നല്ല ഭക്ഷണങ്ങൾ വേണം നമ്മൾ ആഗ്രഹിക്കുന്നവരല്ലേ. നല്ല പ്രവൃത്തി, നല്ല ഡ്രസ്സ് വേണം നമ്മൾ ആഗ്രഹിക്കുന്നവരല്ലേ. നല്ല ഭവനം വേണം നമ്മൾ ആഗ്രഹിക്കുന്നവരല്ലേ. നല്ല വണ്ടികൾ വേണം നമ്മൾ ആഗ്രഹിക്കുന്നവരല്ലേ. നമുക്ക് നല്ല ദൈവവചനം വേണമെന്ന് ദൈവം തരുമ്പോൾ, അത് ഒരു സഹോദരനോട് നമുക്ക് തരുമ്പോൾ അതിനെ നമ്മൾ മോശമായ അർത്ഥത്തിൽ ചിത്രീകരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾക്ക് സുബോധമില്ലേ? നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. നന്മ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ മോശമായ വാക്കുകൾ കൊണ്ട് ആൾക്കാരെ മുറിവേൽപ്പിക്കാതിരിക്കാൻ നോക്കുക. അപ്പം ടിനു ജോർജ് പറഞ്ഞ സഹോദരൻ ചെയ്യുന്നത് തെറ്റായ ഇതാണെങ്കിൽ അത് വചനമാണ്, കർത്താവിൻ്റെ വചനമാണ് പ്രസംഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് തെറ്റിദ്ധരിക്കപ്പെടുന്നുവെങ്കിൽ സഹോദരൻ, അതിന് ശിക്ഷ ദൈവം കൊടുക്കട്ടെ. കർത്താവ് ഉണ്ടല്ലോ, ഉറപ്പാണല്ലോ. അത് മിശിഹാ തമ്പുരാൻ ഉണ്ടല്ലോ, ജീവനോടെ ഇന്നും ഉണ്ടല്ലോ, നമുക്കിടയിൽ ഉണ്ട്, 100% ഉണ്ട്. അതില്ല എന്ന് പറഞ്ഞ് ബാധിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, പക്ഷെ നിങ്ങളെപ്പോലുള്ളവർ സംസാരിച്ചിട്ട് കാര്യമില്ല. പക്ഷേ അല്ല, അത് വിശ്വസിക്കുന്നവരാണുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. ഇതിനുള്ള പ്രതിഫലം എന്തായാലും തമ്പുരാൻ കൊടുത്തിരിക്കും. പ്രതികാരം എൻ്റേതാണ്, നിങ്ങൾ പകരം വീട്ടേണ്ടതില്ല, ഞാൻ പകരം വീട്ടുകൾ, എന്നെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞ തമ്പുരാൻ്റെ വചനമാണ്. നമ്മൾ ഈ വളച്ചൊടിച്ച് ഇത്ര മോശമായ രീതിയിൽ ആ സഹോദരൻ അങ്ങനെ പറഞ്ഞത് ഒരിക്കലും അങ്ങനെ പറയരുതെന്ന് തന്നെ കർശനമായിട്ട് ഞാൻ പറയുകയാണ്. എനിക്ക് എൻ്റെ പ്രകാരം ദൈവത്തെ മറന്നുള്ള നിങ്ങളുടെ ഈ സംസാരം, നിങ്ങളുടെ ഈ പോക്ക്, ഇത് എവിടെയെങ്കിലും ചെന്ന് കൂട്ടിയിടിക്കും. അത് ഉറപ്പാണ്. നിങ്ങളെ സംരക്ഷിക്കണമെങ്കിൽ അന്നും നിങ്ങളെ നിഷേധിച്ച് ഈ ദൈവം തന്നെ വേണം. ടിനു ജോർജ് ആയിരിക്കില്ല, ചിലപ്പോൾ ദൈവം ടിനു ജോർജിൻ്റെ രൂപത്തിലായിരിക്കും വരുന്നതെങ്കിൽ നിങ്ങൾ അയാളുടെ കാൽക്കൽ വീഴേണ്ടി വരും, അയാളോട് മാപ്പ് ചോദിക്കേണ്ടി വരും. നിങ്ങൾ ചിലപ്പോൾ ഈ മാപ്പ് ചോദിക്കാൻ തെറ്റുകൾ ഏറ്റു പറയും ചെയ്യുന്ന ഓരോ ആളോടായിരിക്കും. അത് ചിലപ്പോൾ യൂട്യൂബ് ചാനലിലൂടെയോ അല്ലെങ്കിൽ ഒരു ചാനലിലൂടെ കണ്ടെന്ന് വരില്ല. നിങ്ങളത് രഹസ്യമായിട്ട് ചെയ്യും. പക്ഷെ നിങ്ങൾ വിമർശിക്കുന്നത് നിങ്ങൾ പരസ്യമായിട്ടാണ് ചാനലിലൂടെ. അത് ലോകം മുഴുവനും കാണുകയും ചെയ്യുന്നുണ്ട്. അറിയാവോ എന്താ നിങ്ങളുടെ അർത്ഥം? നിങ്ങൾക്ക് ദൈവവചനം പ്രസംഗിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അടങ്ങിയിരിക്കണം. അല്ലാതെ ദൈവവചനം പറയുന്ന സഹോദരന്മാരെ നിന്ദിക്കുകയോ അപമാനിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമില്ല. നന്മ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ശാന്തമായി നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുക.
യൂട്യൂബ് 4 ആൾക്കാരുടെ പ്രശംസ കിട്ടിയോ? നിങ്ങൾക്ക് 4 ആൾക്കാർ പ്രശംസ കിട്ടിയേക്കായിരിക്കും പിശാചിൻ്റെ തന്ത്രത്തിലൂടെ. പക്ഷെ ദൈവത്തിൻ്റെ ശിക്ഷ കിട്ടിയാൽ ഈ പ്രശംസയും ഈ അംഗീകാരമായിട്ട് വന്നവരാരും കാണുകയില്ല. നിങ്ങളുടെ കൂടെ വീണ് കിടക്കും. വീണ് കിടക്കുന്ന നിങ്ങൾക്ക് എഴുന്നേക്കണമെങ്കിൽ തമ്പുരാൻ്റെ കരം വേണം. ഈ സപ്പോർട്ട് ചെയ്തവരാരും കാണുകയില്ല. കുറച്ച് ലൈക്ക് കിട്ടിയാൽ ലൈക്കൊന്നും നിങ്ങളെ സംരക്ഷിക്കുകയില്ല. വിഷമം തോന്നിയിട്ട് പറയാം, കർത്താവിൻ്റെ നിങ്ങൾക്ക് ആരോടാണ് വൈരാഗ്യം? ദൈവത്തോടാണോ? നിങ്ങൾക്ക് ആരോടാണ് വൈരാഗ്യം? ദൈവത്തോടാണോ? എന്താണ് നിങ്ങളെ സംരക്ഷിച്ച് നിർത്തുന്ന ദൈവത്തോട് നിങ്ങൾ എന്ത് വൈരാഗ്യം? നിങ്ങൾ എന്താ എന്തെങ്കിലും അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. പറയാം, നിങ്ങൾ എന്തെങ്കിലും അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? ഇല്ല. നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ദ്രോഹങ്ങൾ മാത്രം നിങ്ങൾ ചെയ്തുകൊണ്ട് ഈ കർത്താവായ ദൈവത്തിൻ്റെ അപമാനിക്കുകയും നിന്ദിക്കുകയും പരിഹാസിക്കുകയും പിന്നെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ വിമർശിക്കുകയും അവരുടെ മനസ്സ് തകർത്തുകൾ. നിങ്ങളൊരാൾ പറഞ്ഞുകൊണ്ടൊന്നും നിങ്ങളെപ്പോലെ 10,000 പറഞ്ഞാൽ ആ നിന്നെ ജോർജ് ദൈവത്തിൻ്റെ അനുഗ്രഹ കൃപയിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന് തകർച്ചയോ പരാജയമോ ഉണ്ടാകില്ല. കാരണം അവനിലൂടെ പ്രവർത്തിക്കുന്ന ദൈവമാണ്, കർത്താവാണ്. അറിയാവോ? കർത്താവിൻ്റെ വചനം കിട്ടാതെ ഒരാൾക്ക് രോഗശാന്തി നൽകാൻ കഴിയില്ല. ക്യാൻസർ രോഗം സുഖപ്പെടുത്താൻ കഴിയില്ലെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? ഞാൻ 100% നിങ്ങളോട് പറയുന്നു, അവർക്ക് സുഖപ്പെടുത്താൻ പറ്റും. റീന ജെറുസലേം ഉണ്ടല്ലോ, അതിനെ എല്ലാവരും വിമർശിക്കുന്നു. അതിൻ്റെ കുറച്ച് മാന്യമായി സംസാരിച്ചിട്ട് ഡിനു ജോർജിനെ പോലുള്ളവരുടെ മേലൊന്നും പിന്നെ കൈവെക്കാനോ അല്ലെങ്കിൽ അവരുടെ പേരിലൊരു വിമർശനം നടത്താനോ ഈ റീനയ്ക്കുള്ള അതിന് യോഗ്യത അർഹതയില്ല. ഇവിടെ അതിന് ചിലപ്പോൾ എന്തായാലും വില കൊടുക്കേണ്ടി തന്നെ വരും. അതെനിക്ക് ഉറപ്പായിട്ടും അറിയാം. ആ വിമർശനങ്ങളും കർത്താവിൻ്റെ സംസാരം കേട്ടു എന്ന് പറയുന്നതിൽ ഞാൻ അത്ഭുതപ്പെടുന്നില്ല. ജീവിക്കുന്ന ദൈവം വേണ്ട സമയത്ത് വേണ്ടതുപോലെ പ്രവർത്തിക്കും, സംസാരിക്കേണ്ടവനോട് സംസാരിക്കും, അവനിലൂടെ സംസാരിക്കുക തന്നെ ചെയ്യും. അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കർത്താവ് ഇന്നും ജീവനോടെ നമുക്കിടയിലുണ്ട്. കർത്താവിന് സംസാരിക്കാൻ ഒരു തടസ്സങ്ങളും ഇല്ല. അതിന് ആരുടെ അനുവാദവും വേണ്ട. ടിനു ജോർജിനോട് കർത്താവ് സംസാരിച്ചു എന്ന് പറഞ്ഞതിൽ എനിക്കൊരു അത്ഭുതവും തോന്നിയിട്ടില്ല. അത് സത്യമാണ്. അത് സത്യമാണെന്ന് വിശ്വസിക്കാൻ പിന്നെ അറിവുള്ളവരും കഴിവുള്ളവരും കേട്ടവരൊക്കെ ഭൂമിയിൽ നിന്നും ജീവനോട് വേറെയും ഉണ്ട്. അത് വലിയൊരു അത്ഭുതമായിട്ട് നിങ്ങളൊരു ഒരു വലിയ സംഭവമായിട്ട് വിളിച്ചു കൂവിയിട്ട് നിങ്ങൾ ആൾക്കാരുടെ പ്രശംസ വരാൻ നോക്കില്ല. നിങ്ങൾ ദൈവത്തെ ശരിക്കും അറിയുന്നവർക്ക് അറിയാം കർത്താവ് സംസാരിക്കുമെന്ന്. നമ്മളോട് വേണ്ട സമയത്ത് കർത്താവ് സംസാരിക്കുക തന്നെ ചെയ്യും. അതിൽ ഒരു അത്ഭുതവും വരാനില്ല. ആ സഹോദരൻ അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ കൃപയിലാണ് ആ സഹോദരൻ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ കർത്താവിൻ്റെ വാക്ക് കടമെടുത്തിട്ടല്ല, കർത്താവ് പറഞ്ഞു കൊടുത്തിട്ടാണ് നീ ഇന്നതുപോലെ ചെയ്യുന്നത്. നിങ്ങളൊക്കെ ഇനി ഇതിൽ കൂടുതൽ എങ്ങനെയാണ് കർത്താവ് നന്നാക്കേണ്ടത്? ദൈവത്തെ ദുഷിക്കുന്ന നിങ്ങൾക്ക് ആരടുത്തേക്ക് പോകാനാണ് ഇഷ്ടം? സാത്താൻ്റെ അടുത്തേക്കോ? നരകത്തിലേക്കോ? ആണോ? ഇത് കൂടുതലൊക്കെ തമ്പുരാൻ നമുക്ക് എന്താ ചെയ്തു തരേണ്ടത്? നന്നാകാൻ മാനസാന്തരപ്പെടാൻ ഇത്രയേറെ വിളിച്ചു കൂച്ച് ഇത്രയേറെ സഹോദരങ്ങളെയൊക്കെ നിങ്ങളുടെ ഇടയിലേക്ക് അയച്ചിട്ട് അവരെയൊക്കെ നിന്ദിച്ചും പരിഹാസിച്ചും ബൈബിളിൽ പറയുന്നുണ്ട്, പുതിയ നിയമത്തിൽ മത്തായിയുടെ സുവിശേഷത്തിലാണ് നിന്ന്, നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. നിങ്ങൾ ആരുടെ ഭവനത്തിൽ കയറുന്നുവോ അവർക്ക് സമാധാനം അപേക്ഷിക്കുക. സമാധാനം കൊടുത്തു കഴിഞ്ഞിട്ട് അവരെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ആ ഭവനത്തിന് രക്ഷ വന്നു. അവരെ സ്വീകരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അവിടുത്തെ പോകുമ്പോൾ ആ നിങ്ങളുടെ കാലിലെ പൊടി അവിടെ തള്ളിക്കളയാൻ, അതായത് നിങ്ങളുടെ സമാധാനം തട്ടിക്കളഞ്ഞിട്ട് പോവുകയാണ്. ദൈവം അവരെ ശിഷ്യന്മാരെ അയച്ചിട്ടുണ്ട്. കർത്താവ് ശിഷ്യന്മാരെ അയച്ചിട്ടുണ്ടെങ്കിൽ അവരോട് അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്ന് മാത്രമല്ല, അത് ഇന്നുമുണ്ട്. ഭൂമിയിൽ ഇന്നും നമുക്കിടയിലുണ്ട്. അപ്പോസ്തലന്മാരെ അയച്ചതുപോലെ തന്നെയാണ് ഈ സുവിശേഷകരെ അയക്കുന്നത്. ഇത് ചില്ലറ പണിയൊന്നുമല്ല, ഇത് നിസ്സാര കാര്യമല്ല. സുവിശേഷം പ്രസംഗിക്കുക അതെല്ലാവർക്കും കിട്ടുന്നൊരു കാര്യമല്ല. ഈ വിമർശിച്ച ആ സഹോദരൻ നിങ്ങൾക്ക് പറ്റുമോ ഇതുപോലെ ബൈബിൾ പ്രസംഗിക്കാൻ? തമ്പുരാൻ നിങ്ങൾ പോയി പറ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മഹാഭാഗ്യം തരാൻ. അല്ലാണ്ട് നിന്ദിക്കാനും വിമർശിക്കാനൊന്നും നിൽക്കണ്ട. ഭയങ്കര സങ്കടം ഉള്ളതുകൊണ്ട് പറയാം, കർത്താവിൻ്റെ വചനത്തെ നിന്ദിക്കുക. നിങ്ങളെ താങ്ങി നിർത്തുന്ന കയ്യിൽ തന്നെയാണ് നിങ്ങൾ വെട്ടുന്നത്. വീണാലുണ്ടല്ലോ കുത്തനെ വീഴും. പിന്നെ ഒരിക്കലും എഴുന്നേക്കല്ലോ. നിങ്ങൾ കർത്താവിൻ്റെ പ്രവൃത്തി നിന്ദിക്കുകയോ അവമാനിക്കുകയോ ചെയ്യരുത്. നിങ്ങൾക്ക് രോക്ഷമുണ്ടോ, വിഷമമുണ്ടോ, നിങ്ങൾ ആരോടെങ്കിലും പറയാം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ ഭാര്യമാർ, കുട്ടികളൊക്കെ ഇല്ലേ? അവരുടെ നേരം നിങ്ങൾ കുതിര കയറാൻ പോകും. എന്തിനു കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്നവരെ നിങ്ങളവരെ കുതിര കയറാൻ പോകുന്നതിനാ? അത് തെറ്റല്ലേ? നല്ല കാര്യം പറയുന്നവരെ മോശമായി ചിത്രീകരിക്കുക, മോശമായി പറയുന്നവരെ സപ്പോർട്ട് ചെയ്യുക. ഇതാരുടെ പ്രവൃത്തിയാ? ആരുടെ പ്രവൃത്തിയാ? പറയേ. നിങ്ങൾക്ക് ദൈവത്തെ അറിയില്ലെങ്കിൽ അറിയുന്നവരോട് ചോദിച്ച് അറിയുന്നത് പോലെ ജീവിക്കാൻ നോക്കണം. അല്ലാതെ ടിനു ജോർജിനെ പോലുള്ളവരെ ഒന്നും വിമർശിക്കാൻ നിൽക്കരുത്. അവരൊക്കെ
അവരുടെ മനസ്സ് ഒന്ന് തമ്പുരാനെ ഒന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് 20 പണി കിട്ടും. കിട്ടുക തന്നെ ചെയ്യും. റീന ജെറുസലേമേ, നീ ദൈവവചനം അറിഞ്ഞിട്ടുള്ളവളാണെങ്കിൽ, നീ കർത്താവ് എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ടിന്നു ജോർജിൻ്റെ മുമ്പിൽ പോയിട്ട് നീ വാദിക്കും. എന്താ, നീ 1 വർഷം കൊടുക്കാമെന്നല്ലേ പറഞ്ഞു നിന്റെ സുഖയുടെ മാറ്റാൻ? കർത്താവ് ശരിക്കും പ്രവർത്തിച്ച് നിനക്ക് 1 വർഷമൊന്നും വേണ്ട, 1 സെക്കൻഡ് മതി. പിന്നീട് നിന്റെ നാവുകൊണ്ട് നീ ഇങ്ങനത്തെ വാക്ക് ഉപയോഗിക്കുകയില്ല. മനസ്സിലായോ? ടിന്നു ജോർജ് മനസ്സ് തോന്നുന്നു പറഞ്ഞാൽ, ടിന്നു ജോർജ് മനസ്സോട് നിന്നൊന്നും പറയല്ല, കർത്താവിനോടെ പറയുള്ളൂ. കർത്താവിനെ അങ്ങ് ഏൽപ്പിച്ച് തരും, കൊടുക്കും. കർത്താവേ, നിന്റെ ഹിതം പോലെ ഇവളോട് പ്രവർത്തിക്കട്ടെ എന്ന്. കർത്താവ് അത് കൊള്ളേണ്ടടുത്ത് കൊള്ളും, കർത്താവിന് കൊടുക്കേണ്ടടുത്ത് കൊടുക്കുകയും ചെയ്യും. മനസ്സിലായോ? നീ എന്താ കരുതി വെച്ചിരിക്കുന്നേ? നീ ആ ജെറുസലേമിൽ കിടന്ന് കുരയ്ക്കാതെ നീ കേരളത്തിലേക്ക് വാ. നിന്നെപ്പോലെ ഉള്ളവർക്കും എന്നെപ്പോലെ നല്ല മറുപടി തരും. നിന്നെപ്പോലെ ആവശ്യമില്ലാത്ത വാക്കുകളും മോശമായ ഒരു വാക്കുകളും ഒരു സഹോദരൻ്റെ മേലും ഞാൻ പറയരുത്. എല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ്. അവരൊക്കെ വഴി തെറ്റിപ്പോയാണ് കർത്താവിനെതിരായിട്ട് പറയുന്നുണ്ടെങ്കിലും അവർക്ക് മനസാന്തരപ്പെടാൻ ഒരു സമയം ദൈവം കൊടുക്കും. പക്ഷെ നിനക്കതും കിട്ടുമെന്ന് നീ ഒട്ടും പ്രതീക്ഷിക്കണ്ട. ഇങ്ങനെ പോയാൽ നീ ആ ജെറുസലേമിൽ കിടന്ന് യൂതന്മാരുടെ കൂടെ കിടന്ന് കളിക്കാതെ. യൂതന്മാർ എത്ര പേര് കർത്താവിനെ സ്വീകരിച്ചിട്ടുണ്ട്? അവരിന്നും കർത്താവിനെ കാത്തിരിക്കുന്നവരല്ലേ? ഇത് വരാൻ പോകുന്നുണ്ട്. നീ നോക്കിക്കോ. അവിടുത്തെ പിന്നെ ചുവന്ന പശുവിനെ അറക്കലും 3-ാം ജെറുസലേമിലൊക്കെ വരുന്നുണ്ട്. നീ നോക്കിക്കോ യൂതന്മാർക്ക് കിട്ടാൻ പോകുന്നത് എന്താണെന്ന്. അവർക്കിന്നും കർത്താവിനെ അറിയത്തില്ല. മിശിഹ തമ്പുരാൻ ഇന്നും അറിയത്തില്ല. ഏതോ ഒരു കന്നാലിക്കുട്ടി ജനിച്ച ഏതോ ഒരു മനുഷ്യൻ വന്ന് കുറേ സുവിശേഷം പ്രസംഗിച്ച് പോയി. അതൊന്നും അല്ല ഞങ്ങളുടെ കർത്താവ്. ക്രിസ്തുവിനും വരാനിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുക അവർ. അവരുടെ കൂടെ നിന്നുകൊണ്ടാണ് നീ ഈ പ്രസംഗമൊക്കെ നടത്തുന്നത്. നിനക്കറിയത്തില്ലേ കർത്താവ് വന്നതാണെന്നും കർത്താവിനെ യൂതന്മാർ സ്വീകരിക്കാതെ വിട്ടതാണെന്നും അവരാണ് കർത്താവിനെ കുരിശിൽ കയറ്റുമെന്നൊക്കെ നിനക്കറിയത്തില്ലേ? അവരെന്നാ കർത്താവിനെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിലോ? അതെന്തോ ആവട്ടെ, ആ ഭാഗത്തേക്കൊന്നും പോകാനുള്ള യോഗ്യതൊന്നും എനിക്കില്ല. അറിയാവോ? നീ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ കിടന്ന് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്നത്? ടിനു ജോർജിനെ പോലെ സുവിശേഷങ്ങൾ നല്ല പ്രസംഗരൊക്കെ, നല്ല സുവിശേഷം പ്രസംഗർ, നല്ല ദൈവിക വചനങ്ങൾ പറയുന്നവരെ, രോഗസൗഖ്യം നൽകാൻ ഇപ്പം നീ പറഞ്ഞുണ്ടല്ലോ, നീ അങ്ങനെയായി ഇങ്ങനെ മറ്റേതാ മറിച്ചെന്നൊക്കെ നീ പറഞ്ഞുണ്ടല്ലോ. ഇപ്പം നീ പ്രാർത്ഥിച്ചാലും ആരുടെയെങ്കിലും രോഗം മാറുമോ? പക്ഷേ ടിനു ജോർജ് പ്രാർത്ഥിച്ചാൽ രോഗം മാറും. എന്തുകൊണ്ടെന്നറിയാം? കർത്താവിൻ്റെ കാര്യം അവനോട് കൂടിയുണ്ട്, ആ സഹോദരനോട് കൂടിയുണ്ട്. ഞങ്ങളുടെ കത്തോലിക്ക സഭയിലും ഉണ്ട് ഇതുപോലുള്ള നല്ല ദൈവകൃപയുള്ളതും നല്ല ദൈവത്തിൻ്റെ ചൈതന്യമുള്ളതും ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളതും ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചവരും കർത്താവിൻ്റെ സംസാരം കേട്ടവരും ചോദിച്ചിട്ട് ഓരോ പ്രവൃത്തി ചെയ്യുന്നവർ ഇന്നും നമ്മുടെ സഭയിലുണ്ട്. മനസ്സിലായോ നിനക്ക്? ആവശ്യമില്ലാത്ത കിംപാതികൾ ഉണ്ടാക്കരുത്. ഉണ്ടാക്കിയാൽ ഇവർക്ക് ഒരു ദോഷവുമില്ല. ദോഷം നിനക്ക് മാത്രമാണ്. മനസ്സിലാക്കണം. ആവശ്യമില്ലാത്ത വചനങ്ങൾ പറയുമ്പോൾ, ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടശത്രുക്കൾ ആരാണെന്ന് ഓർക്കണം. അവർക്ക് സപ്പോർട്ട് ചെയ്യുകയാണ് നീ ചെയ്തത്. കർത്താവിനെ നിന്ദിക്കരുത്. വന്ദിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ നിന്ദിക്കരുത്. നിന്ദിച്ചാൽ കർത്താവിന് ദോഷമൊന്നുമില്ല. കർത്താവിൻ്റെ കോപം നിങ്ങളുടെ തലയിൽ വരാതിരിക്കാൻ അങ്ങനെ പറഞ്ഞത്. കർത്താവിനെ നിന്ദിച്ചാൽ കർത്താവിന് നിങ്ങളുടെ ഒരു സപ്പോർട്ടും വേണ്ട. കർത്താവ് വചനത്തിൽ പറഞ്ഞുകൊണ്ട്, മനുഷ്യരിൽ എന്താണുള്ളതെന്ന് എനിക്കറിയാം, എനിക്ക് നിങ്ങളുടെ ആരുടെ ഒരു സപ്പോർട്ടിങ്ങും എനിക്ക് വേണ്ടാന്ന്. മനസ്സിലായില്ലേ? പിതാവ് എന്നും പുത്രൻ്റെ കൂടെയുണ്ട്. പുത്രൻ അത് മതി. അല്ലാണ്ട് നിങ്ങളുടെ ആരും സപ്പോർട്ടും കൂടെ കണ്ടോട്ടല്ല പുത്രൻ ഭൂമിയിലേക്ക് വന്ന് ഈ ദൈവവചനങ്ങളെല്ലാം പ്രസംഗിച്ചിട്ട് നമുക്ക് തന്നിട്ട് പോയത്, ചോര ഊറ്റി തന്നിട്ട് പോയത്. നിങ്ങൾ സംരക്ഷിച്ചുള്ളൂ എന്നുള്ള പ്രതീക്ഷയിലൊന്നുമല്ല. നമ്മളാരും കർത്താവിനെ സപ്പോർട്ട് ചെയ്തിട്ട് അവിടെ കൂടെ നിന്നിട്ട് കർത്താവിൻ്റെ ആ ബലത്തിലൊന്നും അല്ല കർത്താവ് പ്രസംഗിച്ചത്, വചനം തന്നത്. അത് മനസ്സിലാക്കാൻ സാമാന്യ മോളെ എങ്ങനെ തലയ്ക്കുണ്ടാവണം. മനസ്സിലായോ? ഒരു രാജാക്കന്മാരുടെയും ഒരു നിയമജ്ഞരുടെയും ഒരു പുരോഹിതന്മാരുടെയും സപ്പോർട്ടിങ്ങിൽ നിന്നിട്ട് ഒരു പള്ളിയിൽ കയറി നിന്നിട്ട് കുറേ കമ്മിറ്റിക്കാരുടെ ഇടയിൽ നിന്നുകൊണ്ട് അവരുടെയൊക്കെ സപ്പോർട്ടിൽ ബലത്തിലും അവർ ചുറ്റും പൊതിഞ്ഞ് നിന്ന് ആരും ഉപദ്രവിക്കാതിരിക്കാൻ ഇങ്ങനെ ബലം ചെയ്തിട്ടുകൊണ്ടൊന്നും അല്ല കർത്താവ് സുവിശേഷം പ്രസംഗിച്ചത്. പൊതുജനങ്ങളുടെ ഇടയിലാണ്, സമൂഹത്തിൽ ഇറങ്ങി ചെന്നിട്ടാ. നിങ്ങളുടെ സംരക്ഷണം കിട്ടുമെന്ന് ഓർത്തിട്ടൊന്നും അല്ല. കർത്താവിന് സംരക്ഷണം ഉണ്ടായിരുന്നു. നിൻ്റെ ആ അടഞ്ഞു പോയി കണ്ണ് തുറന്നാൽ നിനക്കത് കാണാൻ പറ്റുമായിരുന്നു. കർത്താവിൻ്റെ സംരക്ഷണം എന്ത് കണ്ടിട്ടാണ് നിങ്ങളിങ്ങനെ വിളിച്ചു പോകുന്നത്? സ്തോത്രത്തിൽ സൂത്രം എന്ന് പറഞ്ഞല്ലേ? നിനക്കിനി ആ ഭക്ഷണം കഴിക്കാൻ നാവ് കർത്താവ്, ഞാനൊന്നും പറയുന്നില്ല, എനിക്ക് ആരും ശപിക്കാനൊന്നും പറ്റില്ലല്ലോ. നമുക്കങ്ങനെ അതിനുള്ള അവകാശം അധികാരമൊന്നും ദൈവം തന്നിട്ടില്ല. ദൈവത്തിന് നിരക്കാത്തൊരു വാക്കുകൾ നമ്മൾ ഉച്ചരിക്കാൻ പാടില്ല. അതേ എന്നും അല്ല എന്നും ആയിരിക്കട്ടെ നിങ്ങളുടെ വാക്കുകൾ. അല്ലാതെ വരുന്നതൊക്കെ ദുഷ്ടനിൽ നിന്ന് വരുന്നതാണ്. അപ്പം ഇത്രയും വലിയ വാക്കുകൾ നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾ ആരിൽ നിന്ന് വരുന്ന വാക്കുകളാണ് നിങ്ങൾ ഉപയോഗിച്ചത്?
നിങ്ങളൊക്കെ ഇത്രയും ഇങ്ങനെ ഈ വിമർശനം നടത്തുന്ന സഹോദരന്മാരെ, നിങ്ങൾക്കൊന്നും പോയിട്ട് ഒരു ബൈബിൾ വാങ്ങി വായിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ബൈബിൾ ആരും ഉണ്ടാക്കി വെച്ച കള്ളക്കഥകളൊന്നുമല്ല. ഒരു 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 കള്ളക്കഥ ഉണ്ടാക്കുന്നതിന് ഇതുപോലെ എഴുതാൻ പറ്റില്ല. അറിവില്ലാത്ത വാക്കുകൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം. അത് ഇവിടെ നിന്നും ആരിൽ നിന്ന് വരുന്നതാണെന്ന്, എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഒന്നും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ആവശ്യമില്ലാത്ത കെമ്പാദികൾ ഉണ്ടാക്കാൻ നോക്കരുത്. ടിനു ജോർജ് നല്ല ദൈവകൃപയുള്ളൊരു മനുഷ്യനാണ്. നല്ല ദൈവകൃപയുള്ളൊരു മനുഷ്യനാണ്. അത് ഏത് സഭയായിക്കോട്ടെ, ഒരു മനുഷ്യൻ്റെ പ്രവൃത്തി കാണുമ്പോൾ അറിയാം അത് നന്മയാണോ തിന്മയാണോ, കള്ളത്തരമാണോ, പണം വാരാൻ വേണ്ടിയാണോ, പിടിച്ചു മേടിക്കാൻ വേണ്ടിയാണോ എന്ന്. അവരുടെ പ്രസംഗത്തിലും അവരുടെ സഭയിലും അവരുടെ ആ ഇടപെടലിലും അവരുടെ പ്രാർത്ഥനയിലും ഒക്കെ നമുക്കത് മനസ്സിലാവും. കർത്താവിൻ്റെ നാമത്തിൽ കള്ളത്തരം കാണിക്കരുത്. മനസ്സിലായില്ലേ? ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് എന്ത്, എവിടുന്ന്, എങ്ങനെയെന്ന് ആയതേ അറിയണം. ഞാനിവിടെ കൊണ്ട് നിർത്തുകയാണ്. ഇത് ആ ചാനൽ പറഞ്ഞ ആ സഹോദരൻ ഇത് കാണാൻ ഇടയായാൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ തിരുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം പോയി നേരിട്ട് മാപ്പ് പറയാനെങ്കിലും ശ്രമിക്കുക. അല്ലെങ്കിൽ ഇതേപോലെ ചാനലിലൂടെ നിങ്ങൾ മാപ്പ് പറയുക. ലോകം കാണട്ടെ നിങ്ങൾ ചെയ്തു പോയ തെറ്റിൻ്റെ വില. പറയുമ്പോൾ അത് ആരോടാണ്, എന്താ, ഒരു മനുഷ്യൻ്റെ വലിപ്പം മനസ്സിലാക്കി വേണം അവനോട് ഇടപെടാൻ. മനസ്സിലായില്ലേ? ആ മനുഷ്യന്, ഏതൊരു മനുഷ്യനാണ് അവൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് വേണം അവനോട് ഇടപെടാൻ. തെങ്ങിനും കവുങ്ങിനൊക്കെ പണ്ടത്തെ കാരണന്മാർ പറഞ്ഞിട്ടുണ്ട്, തെങ്ങിനും കവുങ്ങിനും ഒരുപോലെ തള കെട്ടരുതെന്ന്. കവുങ്ങിൻ്റെ തളയും തെങ്ങിൻ്റെ തളയുമായിരിക്കണം. മനസ്സിലായില്ലേ? വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് ഏത് തരത്തിൽപ്പെട്ട ആളോടാണെന്ന് ഉള്ള കാര്യം ആദ്യം ഓർക്കണം. തിരിച്ചടി കിട്ടിയാൽ താങ്ങാൻ നിനക്കാവില്ല. എനിക്ക് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ മനസ്സിന് സമാധാനമില്ലാതായി. കേട്ടിട്ട് മനസ്സ് കല്ലിച്ചു പോയി, ഉരുച്ചു പോയി. ദൈവമേ നിന്നറിയാതെ നെഞ്ചത്ത് കൈവച്ച് വിളിച്ചു പോയി. അത്രയ്ക്ക് മോശമായ വാക്കുകളാണ് ഉച്ചരിക്കുന്നത്. നിങ്ങളൊക്കെ ഭൂമിയിൽ ഇന്നും അതേ ദൈവത്തിൻ്റെ സംരക്ഷണമാണല്ലോ നിങ്ങൾ കഴിച്ചു പോകുന്ന ഓർക്കുമ്പോഴാണ് കൂടുതലും പേടി. എന്ത് വലിയ വില കൊടുക്കേണ്ടി വരും, എത്ര വലിയ വില കൊടുക്കേണ്ടി വരും നിങ്ങളൊക്കെ. ഇമാതിരി വാക്കുകൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ തരുന്നെല്ലാം ദൈവം നേരിട്ട് തരട്ടെ. നിങ്ങൾക്ക് കല്ലും നെല്ലും വേർതിരിക്കുന്നത് പോലെ, നെല്ലും പതിരും വേർതിരിക്കുന്ന പോലെ കർത്താവ് വേർതിരിക്കുമ്പോൾ പഠിക്കും പറഞ്ഞ വാക്കുകളുടെ വിലയുടെ അർത്ഥം. ഇതോടെ പൂർണ്ണമാക്കുകയാണ്. എൻ്റെ കയ്യിൽ ബൈബിളൊന്നുമില്ല. ഞാൻ ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ചാനൽ തുറന്നത്. ദൈവനാമം നിങ്ങൾക്ക്, ദൈവത്തിൻ്റെ കൃപ എന്നും ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവ് ഇങ്ങനെയുള്ളവരുടെ ഹൃദയങ്ങളിൽ ഇറങ്ങിച്ചെന്ന് നന്മ ചിന്തിക്കാനുള്ള കഴിവും കൃപയും അവർക്ക് നൽകട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.